ഹലോ, എന്നാണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ ലൈവ് ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് എങ്ങനെ അടിപൊളിയാക്കി ലൈവ് ഇടാം എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ലൈവ് ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ ലൈവ് ഇടുമ്പോഴും അതുപോലെ ഞാൻ ഓരോ ലൈവിൽ പോകുമ്പോഴും അവിടെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നത്, എപ്പോഴാണ് മോണിറ്റൈസ് ആവുന്നത്, അത് ലൈവ് ആക്കാനായിട്ട് എത്ര സബ് വേണം, വാച്ച് അവർ എത്ര വേണം, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈവിൽ ഞാൻ കാണുന്നുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. അപ്പം പുതിയ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അതായത് ലൈവ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും എങ്ങനെ ലൈവ് ഇടണം എന്നറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് ലൈവ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലൈവ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നേരെ എടുക്കുക, ഹോം പേജിൽ പോയിട്ട് ഹോം പേജിൽ യൂട്യൂബ് ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഇവിടെ ഒരു 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലൈവ് ആണ് ഇടേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് ലൈവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എടുത്തിട്ട് നമുക്ക് ഇവിടെ അല്ലാണ്ട് കുറച്ച് സൈഡിൽ കുറെ ഓപ്ഷനുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മ്യൂട്ട് ആൻഡ് അൺമ്യൂട്ട്. ഇത് നമുക്ക് നമ്മുടെ ലൈവ് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് മ്യൂട്ട് ചെയ്യുക അൺമ്യൂട്ട് ചെയ്യുക. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് വീഡിയോ ഓൺ ആൻഡ് ഓഫ് ആണ്. ഈ വീഡിയോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസ് കാണിക്കുക, അല്ല നമുക്ക് എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വീഡിയോ ഓൺ ആക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ വീഡിയോ ഓൺ. ഇതിപ്പോൾ നമ്മുടെ ഫേസ്. നമുക്കത് വേണമെങ്കിൽ ഇതിന് മേളിലൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വേണം ബാക്ക് സൈഡ് ഇട്ട് കാണിക്കാം, വേണം ഫ്രണ്ട് സൈഡ് ഇട്ട് കാണിക്കാം. അങ്ങനെ അത് വീഡിയോ വേണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ഹൊറിസോണ്ടൽ ഓറിയന്റേഷനിൽ വേണോ അതോ വെർട്ടിക്കൽ ഓറിയന്റേഷനിൽ വേണോ. അതായത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണോ അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കണ ലൈവ് വേണോ എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുന്നതാണ് അടുത്തത് ഓപ്ഷൻ ആണ് പെൻസിൽ ബട്ടൺ. പെൻസിൽ ബട്ടണിൽ പോകുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇനി ഇവിടെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു കോളമാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. അവിടെ ഒരു പെൻസിൽ ബട്ടൺ ഉണ്ട്. ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ടേക്ക് തംബ്നെയിൽ ആൻഡ് അപ്ലോഡ് തംബ്നെയിൽ. ഈ ടേക്ക് തംബ്നെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ നമുക്ക് അതിലേക്ക് തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്ലോഡ് തംബ്നെയിൽ. അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഏതെങ്കിലും തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഗാലറിയിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതായിരിക്കും അപ്ലോഡ് തംബ്നെയിലിന്റെ ഓപ്ഷൻ. പിന്നെ ടൈറ്റിൽ റിക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ലൈവ് എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്തിനെ പറ്റിയാണോ നമ്മുടെ ലൈവ്, ആ ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള ടൈറ്റിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ എന്തെങ്കിലും അവിടെ കൊടുക്കുക. പിന്നെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അത് പബ്ലിക്കിലാണോ അൺലിസ്റ്റിലാണോ നോക്കുക. നമുക്ക് പബ്ലിക് ലിസ്റ്റ് ഇട്ടിട്ട് വേണം വിസിബിലിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഓഡിയൻസിനെ എടുക്കുമ്പോൾ നോ ഇറ്റ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ ലൈവ് ഇട്ടാലും അതുപോലെ തന്നെ ഷോർട്സ് ഇട്ടാലും ലോങ് വീഡിയോ ഇട്ടാലും ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതിന്റെ താഴെ സബായിട്ട് ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡു യു വാണ്ട് ടു റെസ്ട്രിക്ട് യുവർ വീഡിയോ ടു അൺ അഡൾട്ട് ഓഡിയൻസ്. അതായത് അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. യു റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂസ് ഓവർ 80, നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂ ഓവർ 80. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ നോ ഡോണ്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂ ഓവർ 80 എന്നുള്ളതായിരിക്കണം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ സെലക്ട് ചെയ്ത് വെക്കാനായിട്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീഡിയോ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും കൂടെ ആണ്, എന്നാൽ കുട്ടികൾക്കും കാണാം, അങ്ങനെയുള്ള ഒരു ഓപ്ഷനിലേക്കാണ് ഓപ്ഷന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മൾ ടുഗദർ ഇടാത്തത് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ടുഗദറിലല്ല, നമ്മൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ടുഗദർ ഇടേണ്ട ആവശ്യമില്ല. അന്നേരം അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷൻ, അതിൽ നമുക്ക് നമ്മുടെ ലൈവിനെ പറ്റി എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി വെക്കാം കേട്ടോ. എന്തിനെ പറ്റിയാണ് നമ്മൾ ലൈവ് ഇടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ലൊക്കേഷൻ, നമ്മുടെ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമുള്ള കാര്യമല്ല. സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്ന, അതായത് യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവർ മസ്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സ്ക്രീൻ കാസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ലൈവ് ആയിട്ട് പോകുക. അതായത് നമ്മുടെ ഫേസ് അല്ലാതെ നമ്മൾ നേരത്തെ ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സ്ക്രീൻ കാസ്റ്റിന് വേണ്ടിയിട്ട്. ആ ഒരു സ്ക്രീൻ ആയിരിക്കും നമ്മൾ പബ്ലിക്കിന്റെ മുന്നിലേക്ക് ചെല്ലുക. നമ്മുടെ ഫേസ് അല്ലായിരിക്കും അവിടെ ചെല്ലുക കേട്ടോ.
എപ്പോഴും നമ്മൾ ലൈവ് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ലൈവ് ഇടുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. നമ്മുടെ ഫേസ് ആണ് നമ്മൾ പബ്ലിക്കിനെ കാണിക്കുന്നത്. പിന്നെ ഷെഡ്യൂൾ ഫോർ ലേറ്റർ അത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ഡേറ്റ് കാണും, ടൈം കാണും. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു കലണ്ടർ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഈ ചെയ്ത് വെക്കണ ലൈവ് ഇന്ന ഡേറ്റിലേക്ക് ഇന്ന ടൈമിലേക്ക് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഷെഡ്യൂൾ ചെയ്യുന്നവരാണെങ്കിൽ അത് ഓൺ ആക്കി വെക്കാം, ഇല്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് തന്നെ വെക്കാം. പിന്നെ അഡ്വാൻസ് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 3-4 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അലോ ചാറ്റ്, അത് ഓൺ ആക്കിയിരിക്കണം. അലോ റിയാക്ഷൻസ്, അത് ഓൺ ആക്കിയിരിക്കണം. അതായത് നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് നമുക്ക് അതിന്റെ താഴെയായിട്ട് കുറച്ച് കമന്റ്സ് ഒക്കെ വരും. അപ്പം നമുക്ക് കമന്റ്സ് കാണണമെന്നുണ്ടെങ്കിൽ അലോ ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെച്ചെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഈ 3 ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കിയിരിക്കാം. പിന്നെ അതിന്റെ താഴെ കാണുന്നതെന്ന് വെച്ചാൽ വീഡിയോ കണ്ടെയ്ൻ പെയ്ഡ് പ്രൊമോഷൻ സച്ച് ആസ് പെയ്ഡ് പ്രോഡക്റ്റ് പ്ലേസ്മെന്റ്, സ്പോൺസർഷിപ്പ് ഓർ എൻഡോഴ്സ്മെന്റ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട്, അതായത് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യത്തില്ല, നമ്മൾ മറ്റൊരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ടൈമിൽ ഓൺ ആക്കി വെക്കാം. ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഗോ ലൈവിലേക്ക് പോയി കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് 1 2 3 എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമ്മുടെ ലൈവ് അവിടെ വെച്ച് സ്റ്റാർട്ട് ആവും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലൈവ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ തുടക്കക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ലൈവ് ചെയ്യുന്ന എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ തുടക്കക്കാർ പിന്നെ ലൈവ് ഇടാൻ ഇനി മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ലൈവ് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലൈവ് ഇടുന്നതിനുണ്ടെങ്കിൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സിന് മേളിലുള്ളവർക്ക് നമുക്ക് ലൈവ് ഇടാനായിട്ട് യൂട്യൂബ് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ആ ലൈവിന്റെ ഓപ്ഷനിൽ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളോട് ആ വെരിഫിക്കേഷൻ അവർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബിന് എനിക്ക് വെരിഫിക്കേഷൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ ID ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എടുത്തിട്ട് കൊടുത്തുകൊണ്ടാണ് എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ OTP കൊടുത്തതിന് ശേഷം 24 hours ശേഷമായിരുന്നു എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എല്ലാവരും ലൈവ് ഇടാൻ വേണ്ടി.